ഹായ് ഡിയേഴ്സ്, ഇന്ന് രാവിലെ നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ഇവിടെ നല്ല ആലിപ്പഴം വീഴ്ചയൊക്കെ ആയിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പം ഞാൻ ഓർത്ത് ഇന്നും അതേ ഒരു ക്ലൈമറ്റ് ആയിരിക്കുമെന്നാണ്. എങ്കിൽ ഇന്ന് രാവിലെ നല്ലതായിട്ട് വെയിൽ വന്നിട്ടുണ്ട്, നല്ല കാറ്റുണ്ട്. ഞാനിങ്ങനെ ബാൽക്കണിയിൽ ഇറങ്ങിയിരിക്കുവാണേ. ഇന്ന് കുക്കു വീട്ടിൽ ഇരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയേക്കാമെന്നോർത്ത് അപ്പോഴാണ് ഒരു ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് ഓർത്തത്. നേരെ കിച്ചണിലേക്ക് ചെന്ന് കുറച്ച് സവോള എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് പച്ചമുളകും രണ്ടായിട്ട് കീറിയെടുത്ത് കുക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് അതും ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ആവശ്യം വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിലുണ്ടാക്കി വയ്ക്കും. കുറച്ച് ഇഞ്ചി ഉള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചത് അതും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്കിട്ട് ആവശ്യത്തിനുള്ള യോഗട്ടൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാവും. കുക്കൂനെന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ യോഗട്ട് വേണം, അതുകൊണ്ട് എപ്പോഴും അതിവിടെ കരുതും. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഓർത്തത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ടിട്ടില്ല. ഗരം മസാലയൊക്കെ ഞാൻ ഇവിടെ തനിയെ ഉണ്ടാക്കുന്നതാണ്. അതൊന്നുകൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത മസാല മിക്സുകൾ എല്ലാം നന്നായിട്ട് അതിൽ പിടിക്കണം. അതിനുശേഷം കഴുകി വെച്ചിരുന്ന ചിക്കന് അതിലേക്കിട്ട് ഒന്നുകൂടി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നാണ്. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെറുതെ വന്ന് പിന്നെയും ബാൽക്കണിയിലിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങി വെച്ചിരുന്ന റോസയൊക്കെ വീണ്ടും പൂത്തു തുടങ്ങി. ഞാൻ എല്ലാം ഒന്നും കൂടെ നോക്കി, നല്ല പൂക്കളാണ്. ഇന്നലെ ആലിപ്പഴമൊക്കെ വീണപ്പോൾ ഞാൻ ഓർത്ത് പൂക്കളൊക്കെ അഴുക്കായി പോയി എന്നാണ് ഓർത്തത്. പക്ഷെ എല്ലാം നല്ലതായിട്ട് നിൽപ്പുണ്ട്. ഏകദേശം 2 മണിക്കൂർ അടുത്തായ സമയത്ത് നമുക്ക് റൈസ് റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനൊരു പാത്രത്തിലേക്ക് റൈസിനാവശ്യമായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇതെല്ലാം ഇട്ട് റൈസ് ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നോളം വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചിക്കനും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം മസാല എല്ലാം ചിക്കനിൽ പിടിച്ച് അത്യാവശ്യം വേവായി വന്നിട്ടുണ്ട്. അടുത്ത് തന്നെ റൈസും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തെ അല്പം നെയ്യ് ഒഴിച്ച് എടുത്ത് വെച്ചിരുന്ന പട്ട ഇട്ട് വഴറ്റി അതിലേക്ക് റൈസും ചേർത്ത് വഴറ്റി അതിനുശേഷം റൈസിൻ്റെ 2 ഇരട്ടി വെള്ളവും ചേർത്താണ് റൈസ് കുക്ക് ചെയ്തത്. ബിരിയാണി റെഡിയായി വരാനായിട്ട് ഏകദേശം 10 മിനിറ്റോളം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് സൈഡായിട്ട് ഒരു സലാഡും കൂടെ റെഡിയാക്കിയെടുക്കാം. ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞെടുത്തതും ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തതും ഒരു കുക്കുംബറും കൂടെ ചെറുതായി അരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞിട്ടു. പാകത്തിന് ഉപ്പ് ചേർക്കണേ. ഇതിലേക്ക് ആവശ്യത്തിന് യോഗട്ടും കൂടെ ചേർത്തപ്പോൾ നമ്മുടെ സലാഡ് റെഡി. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മളുണ്ടാക്കിയ സലാഡ്, അതുപോലെ തന്നെ നമ്മളുണ്ടാക്കിയ നാരങ്ങ അച്ചാർ. ഞാനിത് കഴിക്കാൻ വേണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പപ്പടത്തിൻ്റെ ഒരു കുറവുണ്ട്, അതിവിടെ കിട്ടാനില്ല. എങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്.